ഇതിനകത്ത് ഇതൊരു സ്മോൾ സൈസാണ്, വളരെ ചെറിയൊരു സൈസാണ്. ഇത് ആക്ച്വലി ഞാനൊരു വീഡിയോ കണ്ടുണ്ടാക്കിയതാണ്. ഇത് ഞാൻ സൈസൊക്കെ എടുത്ത് എൻ്റെ ബേബിയുടെ എല്ലാം സൈസും മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തുണ്ടാക്കിയൊരു ഹാറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് ക്രോഷേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വീഡിയോ നോക്കി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആണും ഹുക്ക് സൈസൊക്കെ ശരിയല്ലെങ്കിൽ നമ്മുടെ സൈസിന് മാറ്റം വരും. അപ്പോൾ ഞാൻ സൈസ് എടുത്ത് മെഷർമെൻ്റ് എടുത്ത് ചെയ്തു. പക്ഷേ സൈസ് എടുക്കുമ്പോഴും നമുക്ക് ഈ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് തന്നെ എത്ര വേണം, ഇപ്പോൾ ഇവിടെ തന്നെ ഹെഡിൻ്റെ ക്രൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നമ്മൾ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യണം, എത്ര വെച്ച് ഇൻക്രീസ് ചെയ്യണം, ഇതെല്ലാം അറിയാതെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അപ്പോൾ ഞാനതിനോട് കുറച്ച് അധികം വീഡിയോസൊക്കെ കണ്ട് ഇത് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം എന്ന് നോക്കിയാണ് ഞാനത് ചെയ്തത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് രണ്ടുമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇയറാണ്. അത് നമ്മൾ ക്രോഷ്യം കൊണ്ട് തന്നെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസാണ്. പിന്നെ കുറച്ച് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചും താഴെ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൊണ്ട് എൻഡ് ചെയ്യുവാണ്. അതേപോലെ തന്നെ ഇതും സെയിം സാധനമാണ്, ജസ്റ്റ് ഡിഫറെൻറ്റ് കളറും ഡിഫറെൻറ്റ് സൈസും ആണെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് പോലെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ബാക്ക് ലൂപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രോഷേ ആയതുകൊണ്ടാണ് അത് ബാക്കിൽ നിന്ന് വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇവിടെയെല്ലാം അത്യാവശ്യം വലിയ സ്റ്റിച്ചുകളാണ്. താഴെ വരുമ്പോൾ ഇതിലൂടെ ചെറിയ സ്റ്റിച്ചുകളാണ് ഇവിടെയെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഡബിൾ ക്രോഷേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ സ്റ്റിച്ച് ഉണ്ടാക്കാനും, ഹാഫ് ഡബിൾ ക്രോഷേ യൂസ് ചെയ്യുന്നത് ഇത്തിരി ചെറിയ സ്റ്റിച്ച് ഉണ്ടാക്കാനും, സിംഗിൾ ക്രോഷേ യൂസ് ചെയ്യുന്നത് ഇത്തിരിയും ബൾക്കി ആയിട്ടും ചെറുതുമായിട്ടുള്ള സ്റ്റിച്ചസ് ഉണ്ടാക്കാനുമാണ്. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബേബി ഹാറ്റാണ്. സോ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ 12 സ്റ്റിച്ചസ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് തന്നെ ഇൻക്രീസ് ചെയ്ത് വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവും. ഒരു ഹാഫ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാറ്റ് ഉണ്ടാക്കാവുന്നതാണ്.